ഹായ് ഓൾ അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു ഷിബി ടി കെ വ്ളോഗ്സ്. അപ്പോൾ ഇന്ന് ഈവനിങ് റൊട്ടീനാണ്. എന്താണെന്ന് വെച്ചാൽ നോമ്പ് തുറന്നിട്ട് അതിന് ശേഷം ഫുഡൊക്കെ ഒരുക്കുന്ന വീഡിയോ ആണ്. അപ്പോൾ അതേ സമയം ഒരു 5 മണി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതേ കൗണ്ടർ ടോപ്പിൽ ഇന്നലെ ജ്യൂസ് അടിച്ച പാത്രങ്ങളൊക്കെ കഴുകിയിട്ട് വെച്ചതായിരുന്നു കേട്ടോ, ഉണങ്ങാൻ വേണ്ടിയിട്ട്. അതൊക്കെ ആദ്യം തന്നെ റെഡിയാക്കി വെക്കുകയാണ്. ഞാൻ ഇങ്ങനെയായിട്ട് ചെയ്യാറ്. സാധാരണ എടുക്കാത്ത പാത്രങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കഴുകിയിട്ട് അപ്പം തന്നെ ഉണങ്ങിയതിന് ശേഷം അത് വെക്കുന്ന സ്ഥാനത്തേക്ക് വെക്കും കേട്ടോ. അങ്ങനത്തെ അതൊക്കെ എടുത്ത് വെക്കുകയാണ്. എന്നാൽ കൗണ്ടർ ടോപ്പ് ഒഴിവാകും ചെയ്യും. അതിന് ശേഷം അടുക്കളപ്പണി തുടങ്ങാമെന്ന് വിചാരിച്ചു. അത് കടി ഇന്ന് ഷാലിമാറിൻ്റെ പുട്ടുപൊടി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം പുട്ടും ഇറച്ചിക്കറി ആക്കാമെന്ന് വിചാരിച്ചു. ഇവിടെ തറാവീഹ് കഴിഞ്ഞതിന് ശേഷം കേട്ടോ ചായ കുടിക്കാറ്. അപ്പോൾ ഞാൻ ആ സമയത്തായിട്ട് ഉണ്ടാക്കാറ്. ഇന്ന് ഫിനിമോൾക്ക് വിശന്നിക്കണമെന്ന് പറഞ്ഞപ്പോൾ അവൾക്ക് ഇന്ന് നോമ്പില്ലേനോ. അപ്പോൾ ഈ ടൈമിൽ തന്നെ ഉണ്ടാക്കുകയാണ് കേട്ടോ. അങ്ങനെ വെള്ളത്തിൽ കുറച്ച് ഉപ്പ് ഇട്ടുകൊണ്ട് പുട്ടുപൊടി ഒന്ന് കുഴച്ച് വെച്ചിട്ട് 5 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിരുന്നു കേട്ടോ ആദ്യം തന്നെ. അതിന് ശേഷം കുറച്ച് തേങ്ങയും ക്യാരറ്റും ഇട്ടതാണ് ഇട്ടത്. അങ്ങനെ കുറേശ്ശെയായി പുട്ടും കുറ്റിയിലേക്ക് നിറക്കുകയാണ് കേട്ടോ. ഇത് നെയ്ച്ചോറ്റിൻ്റെ ഇലയില്ലേ, അതൊന്ന് വെള്ളത്തിലേക്ക് ഇടാണ് കേട്ടോ. അത് എന്താണെന്ന് വെച്ചാൽ പുട്ട് വെന്ത് വരുമ്പോൾ ഈ വെള്ളം തിളക്കുന്നതിനനുസരിച്ച് നല്ല സ്മെല്ലുണ്ടാവും കേട്ടോ. അതുകൊണ്ടാണ്. അങ്ങനെ നമ്മൾ ഫിനിമോൾക്ക് പുട്ടേക്ക് തേങ്ങാപ്പാലും മതി എന്ന് പറഞ്ഞിട്ട് അതുണ്ടാക്കാം കേട്ടോ. ഇത് തേങ്ങയും പഞ്ചസാരയും 2 ഏലക്കായും കൂടി അടിച്ചെടുത്തിട്ട് പാലെടുക്കുകയാണ്. ഇത് ഞാൻ നൂൽപുട്ടക്ക് അവർക്ക് ഉണ്ടാക്കി കൊടുക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അവൾക്ക് പുട്ടക്ക് ഇത് വേണമെന്നൊരാഗ്രഹം എപ്പോഴും പറഞ്ഞിട്ട് ഉണ്ടാക്കി കൊടുക്കാറുണ്ട്. ഞാനപ്പോൾ നൂൽപുട്ട് ഉണ്ടാക്കുമ്പോൾ ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞ് ഇങ്ങനെ നിൽക്കായിരുന്നു. അപ്പോൾ ഇന്നിങ്ങനെ വീണ്ടും പറയാം. അപ്പോൾ ഇത് അവൾക്ക് ഉണ്ടാക്കുകയാണ് കേട്ടോ. അങ്ങനെ അവൾക്കുള്ള തേങ്ങാപ്പാൽ റെഡി. ഞങ്ങൾക്ക് ഇന്നത്തെ കുറച്ച് ചിക്കൻ കറി ബാക്കി ഉണ്ടായിരുന്നു കേട്ടോ, അതാക്കാമെന്ന് വെച്ചു. അപ്പോഴേക്കും ഫസ്റ്റ് റൗണ്ടിൽ പുട്ടങ്ങ് റെഡി ആയിട്ടോ. പുട്ടുപൊടി ആയതുകൊണ്ട് തന്നെ നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്, കുഴപ്പമൊന്നുമില്ല. അങ്ങനെ രണ്ടാമത്തെ റൗണ്ട്സും ഇട്ടുകയാണ് കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്നവരൊക്കെ ഒന്ന് സ്കിപ്പ് ചെയ്യാത്തതിന് കാണാൻ ശ്രമിക്കണേ. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബും ലൈക്കൊക്കെ ഒന്ന് ചെയ്യണം കേട്ടോ. അങ്ങനെ രണ്ടാമത്തെ റെഡിയായി. അപ്പോഴേക്കും നമ്മൾ ഫിനിമോൾ തുടങ്ങിയിട്ട് ചോദിക്കൽ പുട്ട് തരുമെന്ന് ചോദിക്കലും ഞങ്ങൾക്ക് കുറച്ച് നേരമായിട്ട് നല്ല വിശക്കണമെന്ന് പറയുന്നത്. അപ്പോൾ അവൾക്കുള്ളത് കൊടുത്തു. എല്ലാവർക്കും പുട്ട് തിന്നാൻ പൂതിക്കും കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ നോമ്പായിട്ട് പുട്ടൊന്നും ഉണ്ടാക്കിയിട്ടില്ലല്ലോ. ഞാൻ പുട്ടുണ്ടാക്കാമെന്ന് പോയപ്പോൾ അവൾക്കും തന്നെ നല്ല ഇഷ്ടമായിട്ടോ. അങ്ങനെ അവളവിടെ കഴിക്കുന്നുണ്ട്, ഞാൻ പുട്ടുണ്ടാക്കുന്നുണ്ട് കേട്ടോ. പുട്ടിലേക്കുള്ള തേങ്ങൻ്റെ കൂടെയുള്ള ക്യാരറ്റ് ഞാൻ വെറുതെ ഇട്ടാട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ ക്യാരറ്റ് നല്ലതല്ലേ. അപ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ കടിക്കുമ്പോൾ അതിൻ്റെ കൂടെ കടിക്കുമ്പോൾ അതൊരു ടേസ്റ്റുമാണ്. അങ്ങനെ ഞാൻ ഇട്ടതാണേ. അങ്ങനെ നമ്മൾ പുട്ട് ഇവിടെ റെഡി ആയിട്ടോ. അങ്ങനെ തറാവീഹ് നിസ്കാരമൊക്കെ കഴിഞ്ഞ് 9:30 ആയിട്ടുണ്ട്. അപ്പോഴേക്കും ഞങ്ങൾ ചായ കഴിക്കാൻ വേണ്ടി റെഡിയായി. അപ്പോൾ ഇന്ന് ഇവർ പാൽ ചായ വേണമെന്നിട്ട് ചായ ഉണ്ടാക്കിയിട്ടുണ്ട്. മറ്റേത് എന്നും കടിക്ക് വെള്ളമാണ് കേട്ടോ കുടിക്കാറ്. ഇടയ്ക്ക് എപ്പോഴെങ്കിലുമൊക്കെ ഇങ്ങനെ ചായ ഒന്നും ഉണ്ടാക്കും. എത്ര പെട്ടെന്നാണല്ലേ നോമ്പ് തുടങ്ങിയത്. ഇതാ പോയി ഇതാ വന്നു എന്ന് പറഞ്ഞ പോലെ അല്ലേ നോമ്പ് കഴിഞ്ഞൂലേ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ എൻ്റെ വീട്ടിലേക്ക് നോമ്പ് തുറക്കാൻ പോയ വീഡിയോ ഒക്കെ വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ അൽഹംദുലില്ലാ എല്ലാവരും കൂടി റാഹത്തായിരുന്നിട്ട് പുട്ടും കറിയൊക്കെ കൂട്ടി ചായ കുടിക്കണേ. അങ്ങനെ ചായ കുടിക്കലൊക്കെ കഴിഞ്ഞു, പാത്രങ്ങളൊക്കെ കഴിഞ്ഞു, കൗണ്ടർ ടോപ്പുകളെല്ലാം ക്ലീൻ ആക്കിയിട്ടാണ്. അപ്പോൾ ഇതൊക്കെയാണ് വീഡിയോ. നെക്സ്റ്റ് വീഡിയോ കാണാൻ മതി. വരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.